കൊല്ലത്ത് പെംഫിക്കസ് വൾഗാരിസ് എന്ന അപൂർവ രോഗം ബാധിച്ച കല്ലടിക്കോട് ബംഗ്ലാംകുന്നിൽ ജയദേവിക്കും കുടുംബത്തിനും കുടിവെള്ളത്തിനായി ഇനി മറ്റു വീടുകളെ ആശ്രയിക്കേണ്ട. ജയദേവിയുടെ വീട്ടിൽ കുടിവെള്ളമെത്തി. എനിക്ക് പെംഫിക്കസ് വൾഗാരിസ് എന്നുള്ള അസുഖമാണ്. 5 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. 43,000 ചില രൂപ ഇഞ്ചക്ഷൻ ആവശ്യമുണ്ട്. വീട് തീരെ മോശത്തിലാണ്. പിന്നെ പൈപ്പ് കണക്ഷൻ കളക്ടർക്ക് കൊടുത്തിട്ട് പൈപ്പ് ഇട്ടിട്ട് പോയി, പക്ഷേ വെള്ളം ഇതുവരെ തന്നിട്ടില്ല. പിന്നെ 3-4 പ്രാവശ്യം ഗ്രാമസഭയിൽ എഴുതി കൊടുത്തു വീട് റിപ്പയറിന്, അതും കിട്ടിയില്ല. പിന്നെ അമ്മയ്ക്ക് 88 വയസ്സായി. മൂത്ത കുട്ടി ഡിഗ്രി 3rd ഇയറാണ് പഠിക്കുന്നത്. ചെക്കൻകുട്ടി +2 കരിമ്പ ഹൈസ്കൂളിലാണ്. പിന്നെ അവരെ പഠിപ്പിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് പണിക്ക് പുറത്തൊന്നും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ശരീരത്തിൽ നിറയെ പൊള്ളങ്ങൾ വന്ന് പൊട്ടിപ്പഴുത്ത് തൃശ്ശൂർ തങ്കം ആശുപത്രിയിലൊക്കെ പോയിട്ട് അവിടെ നിന്നും രക്ഷ കിട്ടാതെ മണ്ണാർക്കാട് ആശുപത്രിയിൽ സെൽമ മാഡം എന്ന ഡോക്ടറാണ് നോക്കി സൈക്ലോഫോസ്മൈഡ് എന്ന ഇഞ്ചക്ഷൻ 4 വർഷം എടുത്തുകൊണ്ടിരുന്നായിരുന്നു. 6,000 രൂപയാണ് ഇഞ്ചക്ഷന് വില വന്നിരുന്നത്. പിന്നെ ശരീരത്തിൽ നിറയെ പൊള്ളങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കോഴിക്കോട് പോയി അഡ്മിറ്റ് ആവുക. അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മണ്ണാർക്കാട് തന്നെ അഡ്മിറ്റാക്കി 3 ഡോസ് ഇഞ്ചക്ഷൻ എടുത്തു. ഇനിയിപ്പോൾ 4ാമത്തെ ഡോസ് ഇഞ്ചക്ഷൻ എടുക്കണം, ഇല്ലെങ്കിൽ പിന്നെയും ഗുരുതരാവസ്ഥയിലാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ കുടുംബത്തിന് കുടിക്കാൻ വെള്ളമില്ലെന്ന വാർത്ത വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വാട്ടർ അതോറിറ്റി ഇവർക്ക് പൈപ്പ് കണക്ഷൻ നൽകിയത്. വീടിന് മുന്നിലൂടെ കുടിവെള്ള പൈപ്പ് ലൈൻ പോയിട്ടും കളക്ടർക്കടക്കം പരാതികൾ നൽകിയിട്ടും ഇവർക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നില്ല. അപൂർവ രോഗത്തിനെ തുടർന്നുള്ള കുത്തിവയ്പ് എടുക്കാൻ 43,000 രൂപ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കുടിക്കാനും മറ്റ് ആവശ്യത്തിനും വെള്ളത്തിനായി മീറ്ററുകൾ ദൂരെയുള്ള വീടുകൾ വരെ പോയിരുന്നത്. ജയദേവിയുടെ ഭർത്താവ് അയ്യപ്പൻ 2020 ഹൃദയാഘാതം വന്ന് മരിച്ചിരുന്നു. 87 വയസ്സുള്ള വാർദ്ധക്യ അസുഖമുള്ള അമ്മ, പഠിക്കാൻ പോകുന്ന 2 മക്കൾ, ഇവരാണ് ജയദേവിക്ക് പുറമെ വീട്ടിലുള്ളത്. വീട്ടിലെ ചിലവുകൾ നടത്താൻ ഈ രോഗം വെച്ച് തന്നെ ജയദേവിക്ക് പണിക്ക് പോകണം. ഇവർ തന്നെ ഇത്രയും ദൂരം പോയി വെള്ളം കൊണ്ടുവരികയും വേണം. ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജയദേവിക്ക് കുടിവെള്ളം എത്തിയതോടെ വലിയൊരു ഭാരം കുറഞ്ഞ ആശ്വാസത്തിലാണ്. ഇനി ഇവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തണം. പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന വീടൊന്ന് നേരെയാക്കണം. അതിനിടയിൽ മകളുടെ കല്യാണം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്ക് നടുവിൽ കുടിവെള്ളം കിട്ടിയ സന്തോഷത്തിലുമാണ് ജയദേവിയും കുടുംബവും. 9ാം വാർഡിലെ മേലേമഠം കക്കയങ്കോട് മാധവി പട്ടത്തിയാർ എന്ന അമ്മയുടെ വീടിൻ്റെ മുമ്പിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രവാർത്തകളിലൂടെ നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. അവർക്ക് കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട ഒരവസ്ഥ. ആ അവസ്ഥയ്ക്ക് ഇവിടെ അവസാനം ആയിരിക്കുകയാണ്. അവർക്ക് ജൽജീവൻ മിഷനിൽ നമ്മുടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വന്ന് അവർക്ക് വെള്ളം നൽകി ആ ഒരു സന്തോഷ നിമിഷം ഇവിടെ പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട മാധ്യമപ്രവർത്തകരായിട്ടുള്ള എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ നല്ല ഒരു നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയിലെ പാലക്കാട് ജൽജീവൻ മിഷനിലെ ഉദ്യോഗസ്ഥർ, മണ്ണാർക്കാട് സെക്ഷൻ ഉദ്യോഗസ്ഥർ, എല്ലാവർക്കും തന്നെ ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇത്തരം സാമൂഹിക വിഷയങ്ങളിൽ ഒരു നാട് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഈ വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഉടൻ തന്നെ ഈ വിഷയത്തിൽ അവർ സത്വരമായിട്ടുള്ള നടപടി സ്വീകരിച്ച് 86 വയസ്സായിട്ടുള്ള അമ്മയ്ക്കും അതുപോലെ രോഗിയായിട്ടുള്ള മകൾക്കും കുടിവെള്ളം പോലും ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കി അവരെ ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഷയമായി കണ്ടുകൊണ്ട് ഇതിലിടപെട്ട് അവർക്ക് വെള്ളം നൽകിയതിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.